എല്ലായിടത്തും EVM ആണ്. EVM കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി വോട്ടിംഗ് നിലയിൽ വലിയ മാറ്റമുണ്ടാവാം, ലീഡ് നിലയിലും വലിയ മാറ്റമുണ്ടാകാം. ET മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് 11,307 വോട്ടുകൾക്ക് മുന്നിൽ. അവിടെ പ്രശ്നമൊന്നുമില്ല. ETക്ക് 11,307 വോട്ടുകൾക്കാണ് മുന്നിൽ. നേരത്തെ വസീഫ് മുന്നിലാണെന്നുണ്ടായിരുന്നു, പക്ഷെ അതല്ല, അങ്ങനെയല്ല. ഇപ്പോൾ 11,307 വോട്ടുകൾക്ക് ET മുഹമ്മദ് ബഷീർ ലീഡ് ചെയ്യുകയാണ് മലപ്പുറത്ത് UDFന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ. വയനാട്ടിൽ രാഹുലിന്റെ ലീഡും കൂടുകയാണ്. 200 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം, 200 സീറ്റിലേക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യം കുതിക്കുകയാണ്. 200 സീറ്റിലേക്ക് ഇന്ത്യ ഫസ്റ്റ് റൗണ്ട് കണക്കുകൾ വരുന്നത് വടകരയിൽ നിന്നാണ്. EVM റിപ്പോർട്ടുകളാവണം പുറത്തു വരുന്നത്. 2479 വോട്ടുകൾക്ക് KK ശൈലജ മുന്നിൽ എന്ന കണക്ക് വടകരയിൽ നിന്നും പുറത്തു വരുന്നു. EVM എണ്ണിക്കഴിഞ്ഞു. അവിടുന്ന് ആദ്യ റൗണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവിടെ 2479 വോട്ടുകൾക്കാണ് വടകരയിൽ KK ശൈലജ ലീഡ് ചെയ്യുന്നത്. അനിൽ ആന്റണിയുമായി ശക്തമായ മത്സരത്തിലാണ് തോമസ് ഐസക് എന്നുള്ള പ്രത്യേകതയും ഇപ്പോഴുണ്ട്. പത്തനംതിട്ടയിൽ തോമസ് ഐസക് മുന്നിട്ട് നിൽക്കുന്നു. വടകരയിൽ UDFന്റെ ലീഡ് അല്ല, ഇപ്പോൾ വടകരയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയുടെ ലീഡ് വയനാട്ടിൽ 10,000-ന് മുകളിലേക്കായി. വടകരയിൽ ശൈലജ ലീഡ് 2,400 കടന്നു. വടകരയിൽ ശൈലജ ലീഡ് 2,400 കടന്നു. ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. കേരളത്തിൽ ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം പലയിടങ്ങളിലുമുണ്ട്. LDF പലയിടങ്ങളിലും ലീഡ് തിരികെ പിടിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വടകരയാണ്. വടകരയിൽ LDF ലീഡ്. പത്തനംതിട്ടയിൽ രണ്ടാമത് BJP ആണ്. അനിൽ ആന്റണിയാണ് ഇപ്പോൾ രണ്ടാമത് ലീഡ് ചെയ്യുന്ന ഐസക്കാണ്. അതെ, കൊച്ചിയിൽ നിന്ന് പുതിയ അപ്ഡേറ്റ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ 3270 വോട്ടുകളായി ഹൈബിയുടെ ലീഡ് നില ഉയരുന്നു എന്നതാണ് ചിത്രം. തുടക്കം മുതൽ എറണാകുളത്ത് വലിയ ലീഡുണ്ട് ഹൈബിക്ക്. അത് അതേപടി തന്നെ തുടരുന്നു. ഇനി അങ്ങോട്ട് ചിത്രത്തിൽ വലിയ മാറ്റം ഉണ്ടായേക്കാം. കോട്ടയത്തും പുതുപ്പള്ളിയിലും പാലായിലും കടുത്തുരുത്തിയിലും UDF ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ കോട്ടയത്ത് വീണ്ടും UDFന്റെ ഒരു മുന്നേറ്റം കാണുകയാണ്. അങ്ങനെ കോട്ടയത്ത് ലീഡ്. വടകരയിൽ പക്ഷേ മുന്നേറുന്നത് KK ശൈലജയാണ്. മലപ്പുറത്തും വയനാട്ടിലും UDFന്റെ ലീഡ് ഷാഫിഖ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ KK ശൈലജയാണ്. അതേസമയം കോഴിക്കോട് ലീഡ് നില അറിവായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ അറിവായിട്ടില്ല. പക്ഷേ വടകരയുടെ ചിത്രത്തിൽ മാറ്റമുണ്ട്. വടകരയുടെ ചിത്രത്തിൽ മാറ്റമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഷാഫി പറമ്പിൽ മുന്നിലാണ്. വടകരയിൽ വീണ്ടും ഷാഫി പറമ്പിൽ മുന്നിൽ. വടകരയിൽ ഷാഫി പറമ്പിൽ മുന്നിൽ. 973 വോട്ടുകൾക്ക് മുന്നിലാണ് ഷാഫി പറമ്പിൽ. സംസ്ഥാനത്തെ 3 മണ്ഡലങ്ങളിൽ UDFന്റെ ലീഡ് 10,000 കടന്നു എന്നുള്ളതാണ്. ഒന്ന് മലപ്പുറമാണ്, മറ്റൊന്ന് വയനാടാണ്, മറ്റൊന്ന് കൊല്ലമാണ്. 3 മണ്ഡലങ്ങളിൽ 11,000. തൃശ്ശൂരിൽ ചിത്രം മാറുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് ഉയരുന്നു. 3154. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് 3154 മാറിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ VS സുനിൽകുമാർ LDFുമായിട്ടാണ് സുരേഷ് ഗോപിയുടെ മത്സരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റൗണ്ട് 1 എല്ലായിടത്തും വന്നു കഴിഞ്ഞില്ലേ? ഒന്നാം റൗണ്ട് ഫലം പുറത്തു വരുന്നു. ചിത്രം എങ്ങനെയാണ്? തോമസ് ചാഴികാടിന് 7315 വോട്ടുകളാണ് ലഭിച്ചത്. അതേസമയം ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചത് 7115 വോട്ടുകൾ. ഇടതുമുന്നണിയാണ് കോട്ടയത്ത് ആദ്യ റൗണ്ടിൽ മുന്നിലെത്തിയിരിക്കുന്നത്.
ശ്രദ്ധേയമാവുന്ന കണക്ക് തുഷാർ വെള്ളാപ്പള്ളിയാണ്. 4059 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അതായത് 3000 വോട്ടുകൾ കണ്ണൂരിൽ ജയരാജൻ മുന്നിലാണ്. കണ്ണൂരിൽ ജയരാജൻ മുന്നിലാണ് എന്ന വാർത്തയും പുറത്തു വന്നു. കണ്ണൂരിൽ ജയരാജൻ ദേശീയതലത്തിൽ വലിയ വെല്ലുവിളി നേരിടുന്നു NDA സഖ്യം എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. BJP സഖ്യം ദേശീയതലത്തിൽ വലിയ വെല്ലുവിളി നേരിടുന്നു. 290 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ NDA സഖ്യത്തിൽ ലീഡുള്ളത്. 250 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് ലീഡുള്ളത്. 196 ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിന്റെ ലീഡ് 88ലേക്ക് 52 സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസ് ഇത്തവണ 88 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. വലിയ വെല്ലുവിളി NDA സഖ്യം നേരിടുന്നു. എക്സിറ്റ് പോളുകൾക്ക് പോലും കവച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടനത്തിലേക്ക് ഇന്ത്യ സഖ്യം കുതിച്ചു പോകുന്നു. അങ്ങനെ ഏറ്റവും താഴ്ന്നതിലേക്ക് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ 45 സീറ്റുകളിൽ മാത്രമാണ് NDA മുന്നിൽ. 32 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന ഇന്ത്യ സഖ്യമാണ് ഉത്തർപ്രദേശിൽ എന്ന പ്രത്യേകതയുമുണ്ട്. നമുക്ക് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അതൊന്ന് പരിശോധിക്കേണ്ടതാണ്. ആദ്യ റൗണ്ട് ഔദ്യോഗികമായി തന്നെ ഫലം വരുന്നു കഴിഞ്ഞു. അപ്പോൾ 3018 വോട്ടുകളുടെ ലീഡിലാണ് സുരേഷ് ഗോപി നിൽക്കുന്നത്. തൊട്ടു പിന്നിലുള്ളത് ഇടതുമുന്നണിയാണ്. VS സുനിൽകുമാറാണ്. 3018 വോട്ടുകൾക്ക് പിന്നിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ശ്രദ്ധിക്കണം മഞ്ജുഷ്, കെ മുരളീധരൻ 6060 വോട്ടുകൾക്ക് പിന്നിലാണ്. വളരെ ചിത്രത്തിൽ വലിയ മാറ്റമുണ്ട്. പറയുന്ന പോലെയാണ്. കെ മുരളീധരന് 7900 വോട്ടും സുനിൽകുമാറിന് 10948 വോട്ടും സുരേഷ് ഗോപിക്ക് 13966 വോട്ടുമാണ് ഉള്ളത്. അപ്പോൾ ആരുടെ വോട്ടുകളാണ് അവിടെ മറിയുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുകയാണ്. ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ ലീഡ് കുതിച്ചു വരികയാണ്. സുരേഷ് ഗോപിയുടെ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ കേരളത്തിൽ BJP ഒരു സീറ്റിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അത് തൃശ്ശൂരാണ്. തിരുവനന്തപുരത്ത് തരൂർ തന്നെയാണ് മുന്നിൽ. ആലപ്പുഴയിൽ KC കോട്ടയത്ത് UDF ലീഡ് തിരിച്ചു പിടിച്ചു. 1649 വോട്ടായി UDFന്റെ ലീഡ് മാറുകയാണ്. ഒരുപക്ഷെ അത് സെക്കൻഡ് റൗണ്ട് ആവണം. അതിന്റെ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. അതാണ് ചിത്രം. ഒപ്പം വടകരയിലും ചിത്രത്തിൽ മാറ്റമുണ്ടാകുന്നുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിന്റെ ലീഡ് 34 വോട്ടുകളായി ചുരുങ്ങുന്നു എന്ന ചിത്രമുണ്ട്. ചാലക്കുടിയിലേക്ക് വരുമ്പോൾ LDF 1148 വോട്ടുകൾക്കാണ് മുന്നിൽ. 13 സീറ്റുകളിൽ UDF, 6 സീറ്റുകളിൽ LDF, 1 സീറ്റിൽ BJP. ഇതാണ് ഏറ്റവും അപ്ഡേറ്റ്. 13-6-1. ചാലക്കുടിയിൽ LDFന്റെ ലീഡ്. ചാലക്കുടിയിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു എന്ന പ്രധാനപ്പെട്ട കണക്കുകൾ പുറത്തു വരുന്നു. അതെ, ചാലക്കുടിയിൽ LDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. കണ്ണൂരിലും കാസർഗോഡും LDFന്റെ ലീഡാണ്. ആറ്റിങ്ങിൽ LDF ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിലും കോട്ടയത്ത് ലീഡ് നില മാറി മറിഞ്ഞു. പാലക്കാട് LDF ലീഡ് ചെയ്യുന്നു 523 വോട്ടുകൾക്ക്. കണ്ണൂരിൽ LDFന്റെ MV ജയരാജൻ ലീഡ് ചെയ്യുന്നു. കാസർഗോഡും LDF ലീഡാണ്. അങ്ങനെ 13-6-1 എന്ന നിലയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ LDF, UDF, BJP ലീഡ് നില ഈ ഒരു റൗണ്ട് ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ. തൃശ്ശൂരിലാണ് ഇങ്ങനെ കാര്യങ്ങൾ മാറി മറിയുന്നത്. തൃശ്ശൂരിൽ 3018 വോട്ടുകൾ ലീഡ് ഇപ്പോൾ സുരേഷ് ഗോപിക്കുണ്ട്. ഒരു ഘട്ടത്തിൽ